മാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനു വേണ്ടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരോൾട്ടൺ മാർത്തോമ ഇടവകയുടെ ഈ ഇടവ മിഷൻ്റെ ഈ മീറ്റിങ്ങിൽ എനിക്കും കടന്നു വന്ന് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സാക്ഷ്യം നിർവഹിപ്പാൻ ലഭിച്ചതായുള്ള വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. അതിനായി അവസരം ഒരുക്കിത്തന്ന ബഹുമാനപ്പെട്ട ജസ്റ്റീൻ അച്ഛനോടും ഇടവ മിഷൻ്റെ എല്ലാ ഭാരവാഹികളോടും ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. ദൈവജനം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. നമ്മൾ എല്ലാവരും ചേർന്ന് പറയുക കേട്ടോ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ഒരു വിത്തെടുത്ത് നമ്മൾ ഒരു മണ്ണിലോട്ട് ഇട്ടാൽ അത് ചുമ്മാതെ കിടന്നാൽ മണ്ണിനകത്ത് വെള്ളം ഒഴിച്ചു വന്നില്ലെങ്കിൽ അത് കിളിക്കത്തില്ല. എന്നാൽ മണ്ണും ആ വിത്തും കൂടെ തമ്മിലുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ, ഒരു പ്രതികരണമുണ്ടെങ്കിൽ അത് കിളിച്ചു വരികയും അത് ഏറ്റവും സന്തോഷകരവുമായി തീരും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമുക്കും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയായിട്ട് ഇരിക്കാം. ഇന്ന് അല്പസമയ തിരുവചന ധ്യാനത്തിനു വേണ്ടി ഹല്ലേലൂയ എല്ലാവർക്കും അറിയാവുന്ന കഴിഞ്ഞ മീറ്റിങ്ങിൽ അച്ഛൻ പ്രസംഗിച്ച പുസ്തകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ആ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അത് എങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വേദപ്രമാണത്തിൽ നിന്നും വേഗം ഞാനൽ ഭൂതകാര്യം സാദരം കാൺമാനെൻ കൺകൾ നാഥ തുറക്കണമേ. സാദരം കാൺമാനെൻ കൺകൾ നാഥ തുറക്കണമേ. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ചിന്തയും അവിടുത്തേക്ക് പ്രസാദകരമായി തീരുവാൻ മിശിഹാ മൂലം സഹായിക്കണമേ. ആമേൻ. വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. എന്തുവാണ് വായിച്ചത്? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കാക്കും. ഹല്ലേലൂയ. പുസ്തകത്തെപ്പറ്റി ഒരു ചെറിയ വിവരണം മാത്രം പറഞ്ഞിട്ട് ആ വേദഭാഗത്തോട്ട് ഹല്ലേലൂയ കൂറുപുലർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളുള്ളതിൽ 50-ാമത്തെ പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം. പുതിയ നിയമത്തിലെ 11-ാമത്തെ പുസ്തകവും. ഇത് ഫിലിപ്പിയ ആ പുസ്തകം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് താൻ എഴുതിയൊരു കാരാഗ്രഹ ലേഖനമാണ്. എത്ര കാരാഗ്രഹ ലേഖനമുണ്ട്? 4 എണ്ണമുണ്ട്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയ ആൻഡ് ഫിലോമോൻ. അങ്ങനെ 4 ലേഖനമാണ് കാരാഗ്രഹ ലേഖനം. ഈ പുസ്തകം 4 അധ്യായത്തിൽ ഹല്ലേലൂയ 104 വാക്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കറിയാം. ഈ പുസ്തകത്തിനെ നമ്മളെല്ലാം ഒരു പേരിട്ട് വിളിക്കും. എന്താ വിളിക്കുന്നത്? സന്തോഷത്തിൻ്റെ ഒരു ലേഖനം. കാരണം ഈ 16 പ്രാവശ്യം ഈ പുസ്തകം ഹല്ലേലൂയ സന്തോഷത്തെപ്പറ്റി പറയുന്നു. ഈ പട്ടണത്തിന് പേര് വരുവാൻ കാരണം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജകുമാരൻ്റെ പേരിന് ഹല്ലേലൂയ നിലനിർത്തുവാൻ വേണ്ടി പണിഞ്ഞ പട്ടണം. ഹല്ലേലൂയ. ഈ പട്ടണം ഹല്ലേലൂയ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് ഹല്ലേലൂയ മാസിലോണിയ, ഹല്ലേലൂയ ഇപ്പോളം പഴയ മക്കതോനിയയ്ക്ക് കിഴക്കുള്ള ഒരു ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിൻ്റെ പട്ടണമാണ്. ഹല്ലേലൂയ. ആ പട്ടണത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് യൂറോപ്പിൽ സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ്. ഈ സഭ സ്ഥാപിക്കുവാനായിട്ട് കാരണം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതാണ്. കാരണം എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം
12 മുതൽ 40 വരെ വായിച്ചാൽ 3 പേരുടെ മാനസാന്തരം കാണുന്നുണ്ട്. ആദ്യത്തെ സ്ത്രീ ആരാണ്? ലുദിയ പുഴവക്കത്ത് എവിടുത്തുകാരിയാണ്? തുയത്തേര പട്ടണം എന്ന് പറഞ്ഞാൽ ഏഷ്യ മൈനറുള്ളതാണ്. അത് കാരണം എന്താണ്? വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളുടെ ദൂത് എഴുതുമ്പോൾ ആ ഏഷ്യ മൈനറുള്ള ഒരു സഭയുടെ പേരാണ് തുയത്തീര പട്ടണം. ആ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കമ്പിളി വില കൂടിയ വസ്ത്രങ്ങൾ നെയ്യുന്ന. അപ്പോൾ അവിടെ നിന്ന് വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് ഫിലിപ്പിയ പട്ടണത്തിൽ വ്യാപാരം ചെയ്യുന്ന ഒരു ധനാഢ്യായ ദൈവഭയമുള്ള ഒരു സ്ത്രീയായിരുന്നു ആരെ? ലുദിയ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം ഒരു വെളിച്ചപ്പാടെത്തി. യൂത ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മാനസാന്തരപ്പെട്ടു. അവൾക്ക് യജമാനന്മാർ അവളെ കൊണ്ടുള്ള ആദായം നിന്നപ്പോൾ എന്ത് ചെയ്തു? പൗലോസിനെയും ശീലാസിനെയും എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹ പ്രമാണിമാർ. അപ്പോൾ ഒരേ 3 പേര് ആ അധ്യായത്തിൽ മാനസാന്തരപ്പെട്ട് ആ ഒരു സഭയുണ്ടായി. എന്നാൽ ആ സഭയിലെ പൗലോസ് സ്ഥാപിച്ചിട്ട് താനെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ താനെ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഈ സഭ അപ്പോൾ ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13 വാക്യങ്ങൾ കാണുന്നുണ്ട്. ഈ സഭ എന്ത് ചെയ്തെന്നറിയാമോ? അവന് തക്കതായുള്ള കാര്യങ്ങൾ എത്തിച്ചു. പിന്നെ അത് തന്നെയുമല്ല, അവൻ ഏതൊക്കെ പോന്നു അവിടെയൊക്കെയും പൈസ കൊടുത്തു. അത് തന്നെയുമല്ല, ആ സഭ വരവ് ചെലവ് കണക്ക്. അത് തന്നെയുമല്ല, ഈ സഭ ഒനേസിമോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പൗലോസിനെ ശുശ്രൂഷിപ്പാൻ വേണ്ടി കാരാഗ്രഹത്തിലോട്ട് അയച്ചു. എന്നാൽ ഇവൻ ഈ വയറ്റുവേദന അസുഖമൊക്കെ വന്നുകൊണ്ട് ഇവനെ തിരിച്ചു വിട്ടു. അപ്പോൾ ആ സഭയ്ക്ക് വലിയ പ്രയാസമുണ്ടായി. അന്നേരം ഹല്ലേലൂയ ആ എപ്പഫ്രാദിത്തീസ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? ലെറ്റർ കൊടുത്ത് വിടുന്നതാണ് ഈ ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവന് വേണ്ടതായുള്ള കാര്യങ്ങൾ ഓരോ വാക്യങ്ങൾ വായിച്ചാൽ അവന് സമാധാനം വേണോ, സന്തോഷം വേണോ, അവന് പ്രയാസം മാറണോ, അതെല്ലാം ഹല്ലേലൂയ തരുന്നതായുള്ള ഒരു കാര്യമാണ് ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് മുഖവരെ ഞാൻ നിർത്തുന്നു. ഇനി വായിച്ച വാക്യത്തിലോട്ട് വരാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഈ 4-ാം അധ്യായത്തിലെ 4 പ്രോമിസിനെ പറ്റി മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 4 PA എന്തുവാണ്? 4 മയിൽക്കുറ്റികൾ തരികയാണ്, മറന്നു പോകാതിരിക്കാനാണ്. 1-ാമത്തെ മയിൽക്കുറ്റിയാണ് ഹല്ലേലൂയ, ഒരു പ്രോമിസാണ്, പറയുകയാണ്, എന്നാൽ സകല ബുദ്ധിയെ കഴിയുന്ന ദൈവത്തിൻ്റെ അപ്പോൾ പ്രോമിസ് ഓഫ് പീസ്. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഇവൻ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. അവൻ തൻ്റെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് വ്യക്തമായി ഹല്ലേലൂയ ഇത് സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ 4 വാക്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പിന്നെയും പറയുന്നു. കാരണം എന്താണ്? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ട. അപ്പോൾ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രയാസം വരുമ്പോൾ, ഭാരം വരുമ്പോൾ അവൻ സന്തോഷിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താ കിട്ടും? നിത്യമായ സമാധാനം കിട്ടും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ പറഞ്ഞു. എന്താണ് ഹല്ലേലൂയ? അവൻ നമുക്ക് വേണ്ടി സമാധാനം തരുന്നു. ആ സമാധാനത്തിൻ്റെ പ്രഭു ഹല്ലേലൂയ മരിച്ചിട്ട് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർ ഹല്ലേലൂയ ഒരു മുറിക്കകത്ത് പേടിച്ചപ്പോൾ അവരുടെ നടുവിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, എന്താണ്? ദൈവത്തിന് നമുക്ക് സമാധാനം. ഈ ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവവചനം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ ഞാൻ പലപ്പോഴും നാട്ടിലൊക്കെ കൂട്ടായ്മ നടത്തുമ്പോൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങളോട് പറയും, നമ്മളും ഹല്ലേലൂയ ഈ ദൈവവചനവുമായിട്ട് കണക്കിലെ ഒരു മാത്തമാറ്റിക്സാണ്. എന്താണ് കണക്കിലെ അധ്യാപകർ? 2-3-4 പേരുണ്ടല്ലോ. എന്താണ് കണക്കിലെ മാത്തമാറ്റിക്സിൻ്റെ സിമ്പൽ? ഏതൊക്കെയാണ്? ഞാനും ദൈവവചനവുമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്നെയും ഹല്ലേലൂയ ദൈവവചനവുമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് കൂട്ടണം. കൂട്ടുന്നതിൻ്റെ സിമ്പൽ എന്തുവാ? പ്ലസ്. കൂട്ടിയാൽ എന്ത് ചെയ്യും? നമുക്ക് അനുഗ്രഹം കിട്ടും, കൂടുതൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനും ദൈവവചനവുമായിട്ടൊന്ന് ഗുണിച്ചാൽ എന്തുവാ? പ്ലസ് ചെയ്യുന്ന ആണോ കിട്ടുന്നത്? ഇരട്ടി കിട്ടും. അതിനുശേഷം ദൈവവചനവും നാമുമായിട്ടൊന്നൊരു മൈനസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കൊരു വലിയ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അത് തന്നെയുമല്ല, അടുത്ത സിമ്പൽ എന്തുവാ സാറേ? നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം.
നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ കട്ട് ചെയ്യേണ്ടതിന്, ഡിവൈഡ് ചെയ്യേണ്ടതിന്, കുറവ് വരുത്തേണ്ടതിനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരിക്കും? ആ മാത്തമാറ്റിക്സിന് ഹല്ലേലൂയ 100-ൽ 100 മാർക്കും കിട്ടും. ഹല്ലേലൂയ. ആരെങ്കിലും തോറ്റുപോയിരിപ്പുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഈ മാത്തമാറ്റിക്സ് ഒന്ന് പ്രയോഗിച്ച് ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിലൊന്ന് കൂട്ടി നോക്ക്, ദൈവവചനം ഒന്ന് ഗുണിച്ച് നോക്ക്, ദൈവവചനം ഒന്ന് ഹരിച്ച് നോക്ക്. എന്നോട് പലരും ചോദിക്കും, എങ്ങനെയാണ് ഈ ദൈവവചനമൊക്കെ കാണാതെ ഇത്രയൊക്കെ ഇങ്ങനെ അങ്ങ് പറയുന്നത്? ഞാൻ പറഞ്ഞു, ദൈവവചനം പറയാൻ നമുക്കതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഏത് കാര്യവും നടക്കും. ഹല്ലേലൂയ. നമ്മൾ വാക്യവും റെഫറൻസും വെച്ച് പറയുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ വാലല്ല തലയാക്കും. അപ്പോൾ ഒന്നാമത്തെ പ്രോമിസ് എന്തുവാണ്? പ്രോമിസ് ഓഫ് ഉറക്കെന്ന് പറ, പീസ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നമ്മൾ മിണ്ടിയില്ലെങ്കിൽ വേറൊരു ഓൺലൈൻ പ്രേയറിലാണ് പറഞ്ഞത്. മിണ്ടിയില്ലെങ്കിൽ നമുക്ക് എന്തോ പറ്റും? നമ്മൾ ഞാൻ നാട്ടിലെ റേഡിയോഗ്രാഫറായിരുന്നു, എക്സ്റേ ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഒരു ഒടിവ് പറ്റി പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കൈക്ക് എന്താ പറ്റും? വിലക്കുറവാണ്. വിലക്കുറവാണ്. അത് കാര്യം എന്താ? വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നാക്ക് ദൈവം തന്നില്ലെങ്കിൽ, പാടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഞാനൊരു കഥ പറഞ്ഞു. മോശയുടെ നാവ് എന്താ പറ്റി? തടിച്ചു പോയി, വിക്കനായി. എന്താ സാറേ കാര്യം? അല്ല, അവൻ്റെ പ്രായമുള്ള സകലരെയും കൊന്നു കഴിഞ്ഞപ്പോൾ കരഞ്ഞപ്പോൾ അപ്പനും അമ്മയും എന്ത് ചെയ്തു? അല്ല, അമ്മയും പെങ്ങളോടെ ചെന്ന് വാവത്തി, മോനെ മിണ്ടല്ലേ, പാടല്ലേ, നടക്കടാ, ആരെങ്കിലും ഉറക്കെ പാടിയാൽ നോക്കും, അല്ല പിടിച്ചു. ലാസ്റ്റ് അത് വിക്കനായി തീർന്നു, തടിച്ച നാവുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം തന്ന താലന്തുകൾ പാടിപ്പാടി നമ്മൾ തെളിയണം. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ 4 മാസം ഹാർമോണിയ പഠിച്ചുള്ളൂ. ഹല്ലേലൂയ. ഒന്നിലധികം ഇൻസ്ട്രുമെൻ്റ് ഹല്ലേലൂയ വായിപ്പാൻ ദൈവം ഭാഗ്യുന്നത്. കാരണം എന്താ? ഞാൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൊടുത്തു ഒന്ന് ഗുണിച്ചു, ഞാനൊന്ന് പ്ലസ് ചെയ്തു, ഞാനൊന്ന് മൈനസ് ചെയ്തു. ഞാൻ തീരുമാനമെടുത്തു, എനിക്കെന്ന താലന്തുകൾ ദൈവനാമത്തിന് വേണ്ടി മാത്രമേ ഞാൻ പ്രയോഗിക്കത്തുള്ളൂ എന്നും. വലിയ പ്രൊഫഷണലൊന്നുമല്ല, എന്നാൽ ദൈവം ഹല്ലേലൂയ ഏതൊക്കെ സ്ഥാനത്ത് എന്നെ കൊണ്ടെത്തിച്ചു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അപ്പോൾ ഒന്നാമതായിട്ട് ഹല്ലേലൂയ തന്നത്. രണ്ടാമതായിട്ട് എല്ലാം ഈ ഒറ്റ വാക്യങ്ങളാണ്. അതിൻ്റെ 9ാമത്തെ വാക്യം പറയുന്നു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ട് എന്ത് കണ്ടും കൊണ്ട് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ എന്താണ്? സമാധാനത്തിൻ്റെ ദൈവം. എന്താണ്? പ്രോമിസ് ഓഫ് പ്രസൻസ്. ഹല്ലേലൂയ. ഈ ദൈവം ആരാണ്? നമ്മോട് കൂടെയുണ്ട്. 23-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, കാടുകളുടെ മേടുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ഇളയ ബാലനായ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ പച്ചപ്പുൽമേലിൽ നടത്തുന്നു, ഒരിടയനാടിനെ മുന്നിൽ നടത്തുന്നു. അവസാനത്തെ വാക്യം പറയുന്നു, എന്തുവാ പറയുന്നത്? നന്മയും കരുണയും എന്നെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, എൻ്റെ പുറകിലുണ്ട്. 4-ാം വാക്യം എന്തു പറയുന്നത്? ഹാലിലെ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാൽ എന്നോട്. അപ്പോൾ നമ്മുടെ നടുക്കുണ്ട് അവൻ്റെ പ്രസൻസ് നോക്കി. മത്തായി 18:20 പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യേ കടന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് അത് ഏറ്റവും അനുഗ്രഹമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, അവൻ്റെ പ്രസൻസ് നമ്മൾ എവിടെ പോയാലും അവനില്ല എങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ പറഞ്ഞു, നിൻ്റെ സാന്നിധ്യമില്ലാത്തിടത്ത് നീ എന്നെ അയക്കരുത്. ജോഷുവായോട് പറഞ്ഞു, മോശയോട് കൂടി ഇരുന്ന ദൈവം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മൾ നിരാശയുടെ ഒരവസ്ഥയിലായിരുന്നപ്പോൾ, ആരുമില്ലാത്ത കൂരിട്ടിലായിരുന്നപ്പോൾ ഈ ദൈവം നമ്മോട് കൂടെ ഇരുന്നില്ലേ? നാം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തിൽ മകനെ മകളെ എന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ അവൻ നടത്തിയ വഴികളൊന്ന് ഓർത്തേ. ആവർത്തന പുസ്തകം 32:17 വാക്യത്തിൽ പറയുന്നു, പൂർവ്വ ദിവസത്തെ നീ ഓർത്തു നോക്കുക, മുൻ തലമുറയുടെ സംവത്സരങ്ങളെ നീ ചിന്തിച്ചു നോക്കുക. നിനക്ക് ഓർക്കുവാൻ വയ്യെങ്കിൽ നിൻ്റെ പിതാക്കന്മാരോട് ചോദ്യര്, അവർ നിനക്ക് പറഞ്ഞു തരും. എന്തുവാണ്? ഹല്ലേലൂയ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കിടപ്പാൻ ഭവനമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മെ കാത്തു പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രസൻസ് ഹല്ലേലൂയ. ഇന്ന് മീറ്റിങ്ങിൽ ഇത്രയും പേര് വന്നല്ലോ. ഹല്ലേലൂയ.
അവൻ്റെ സാന്നിധ്യവും ഹല്ലേലൂയ, അവൻ്റെ കൃപ ഹല്ലേലൂയ. നമ്മിൽ കൂടി ഇരുന്ന് വചനം പറയുമ്പോൾ തന്നെ ആ പ്രസൻസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരുമയോടെ ഹല്ലേലൂയ, വർഗീസ് സാറ് പറഞ്ഞതുപോലെ ഒരുമയോടെ ഒരുക്കത്തോടെ ഹല്ലേലൂയ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആദിമ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ വ്യാപരിച്ച ദൈവകൃപ ഹല്ലേലൂയ നമുക്ക് കടന്നു വരും. ഹല്ലേലൂയ, ഒരു സാങ്കല്പിക ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഹല്ലേലൂയ മരിച്ചുപോയി. അവനെ ദൂതന്മാർ സ്വർഗത്തിലോട്ട് കൊണ്ടുപോവാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൂതന്മാർ സ്വർഗത്തിൽ അങ്ങനെ പോകുന്ന വഴി ദൂതന്മാരോട് അവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം നരകത്തിലെ അവസ്ഥയൊന്ന് കണ്ടാൽ കൊള്ളാം. അപ്പം ദൂതന്മാർ പറഞ്ഞത് ഒക്കത്തില്ല, എല്ലാവരും കെഞ്ചി എന്ന് കണ്ടിട്ട് പോയി, ഏതായാലും പോകുന്ന വഴിയല്ലയോ, പള്ളിയിൽ പോകുന്ന വഴിയല്ലയോ, ഒന്നിടത്ത് കയറിയിട്ട് പോകാമെന്നും പറഞ്ഞു കയറി. അവിടെ കയറി നോക്കിയപ്പം നല്ല പാട്ട്, നല്ല ഡിസ്കോ പാട്ട്, ക്യാമറ ഡാൻസ് ഒക്കെ കണ്ട് ഇപ്പം കണ്ട് സന്തോഷം. ദൂതൻ പറഞ്ഞു ഒക്കെ വരാൻ പറഞ്ഞു പൊക്കി എടുത്തുകൊണ്ട് പോയി സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞുണ്ടെ ആദ്യം കണ്ടാണ് വലിയ സന്തോഷം. ദിവസവും ഒരേ സ്തോത്രം അല്ലെലിയൊക്കെ കണ്ടുകൊണ്ട് കഴിഞ്ഞു ഇവൻ ദൂതന്മാരോട് പറഞ്ഞു, എനിക്ക് പിന്നെ നരകത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ അവിടെയും പാനക്കത്തില്ല. അബ്രഹാമിൻ്റെ വഴി ലാസർ പറഞ്ഞില്ലേ, ഇവിടുന്ന് അവിടെയും പാനക്കത്തില്ല. അവർ പറഞ്ഞു എനിക്ക് പോയൊക്കെ. പുള്ളി അങ്ങ് നിർബന്ധം. ദൂതന്മാർക്ക് സ്വസ്ഥത. നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങൾക്ക് ചിലർ ഞാൻ പിടിച്ചത് തന്നെ പറയണം, ഞാൻ പറയുന്നത് നടക്കാവും, ശരിയായാലും തെറ്റായാലും. അങ്ങനെ ഈ ദൂതൻ ഇവരെ താടിയിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എന്തുവാണ്, കെടാത്ത തീയും ചാകാത്ത വീലോ കൊണ്ടിട്ട്. അന്നേരം ഈ സാത്താൻ്റെ ദൂതന്മാർ ലൂസിഫറിനോട് ചോദിച്ചു, ഞാൻ വന്ന ഉടനെ എന്ത് നല്ലതായിരുന്നു. അന്നേരം പറഞ്ഞു, വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവരെ ഞങ്ങൾ നല്ലോണം സൽക്കരിക്കും, പെർമനൻ്റ് വിസയ്ക്ക് വരുന്നവരെ അവൻ്റെ അധോഗതിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസൻസിന് വരാതെ ഈ ലോകത്തിന് ഇമ്മങ്ങളിൽ തേടി നിന്നാൽ, ഒന്നാം സങ്കീർത്തനക്കാരൻ പറയുന്ന അവസ്ഥ എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ, പാപികളുടെ വഴിയിൽ നിന്നാൽ, പരിഹാസിയുടെ ഇരിപ്പിടത്തിയിരുന്നാൽ എന്തു ചെയ്യും? നമ്മളൊരു 4 പേർ കൂടി ഒരു കുപ്പിയും മേടിച്ച് കഴിഞ്ഞ് ദുഷ്ടന്മാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇരിക്കാമെന്ന് പറയും. ഇരുന്ന് കുടിച്ച് കഴിയുമ്പോഴാണ് ലക്കില്ലാതെ വരുമ്പോൾ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വലിക്കും. അതാ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ നമ്മൾ പോകരുത്. ദൈവത്തിൻ്റെ പ്രസനം നമ്മൾ അവൻ്റെ കണ്ണ് 139 സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് എൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവം. സമയം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. എന്നോട് ഹല്ലേലൂയ സമയം 20 മിനിറ്റ് കൂടുതൽ പറയരുതെന്നാണ് ഒരാൾ പറഞ്ഞത്. എന്നാലും ഹല്ലേലൂയ നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കങ്ങ് പറയാതിരിക്കാൻ വയ്യ. ഹല്ലേലൂയ. അങ്ങനെ ആ 3-ാമത്തെ പോയിൻ്റ് ഹല്ലേലൂയ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, അത് ഒറ്റ വാക്യമാണ്. അവന് മറന്നു പോകരുത്. ഇത് എന്തുവാണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. അതെന്താണ്? അതിൻ്റെ ഹല്ലേലൂയ പ്രോമിസ് ഓഫ് പവർ. ഹല്ലേലൂയ അനുദിന ജീവിതത്തിൽ നമുക്ക് തരുന്ന എന്നുള്ള പവർ, എന്നെ ശക്തനാക്കുന്ന. പൗലോസിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവന് പലതരത്തിൽ രോഗങ്ങൾ വന്നു. ഹല്ലേലൂയ അവൻ 3 വട്ടം ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അതാണ് ദൈവിക ശക്തി. ആ ശക്തി എന്താണ്? തൃത്വത്തിൻ്റെ 3-ാമത്തെ ആളത്വമായിരിക്കുന്ന ശക്തീകരിക്കുന്ന വ്യക്തിയാകുന്ന പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തി 1:4 പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ആ കാത്തിരുന്നാൽ ആ ശക്തി പറഞ്ഞാൽ യോഹന്നാൻ 16:7 പറയുന്നു, ഇത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ ദൈവം ബോധം വരുത്തും. ഈ ശക്തി നമ്മുടെ കയ്യിലുണ്ടോ? ഹല്ലേലൂയ പവറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഹല്ലേലൂയ ഇത്രയൊക്കെ അസുഖങ്ങളും വന്നിട്ട്, ഇത്രയൊക്കെ കാര്യങ്ങൾ വന്നിട്ടും ഇങ്ങനെ ഇരിക്കുവാൻ കാര്യം എന്താണ്? ഹല്ലേലൂയ 2 കൊരിന്ത്യർ 4:7 പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരങ്ങളിൽ പാർന്നത് എൻ്റെ സ്വന്തമല്ല. താഴെ പറയുന്നുണ്ട്, ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിരാശപ്പെടുന്നില്ല. ഞാൻ ഹല്ലേലൂയ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ പരിഭവിക്കുന്നില്ല. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ കൃപ, ആ ശക്തി എൻ്റെ മേലുള്ളത് കൊണ്ട് ഞാൻ ഇടുങ്ങുന്നില്ല, ഞാൻ നിരാശപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, രോഗത്തിൻ്റെ, ദുഃഖത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തിയിൽ നാം ആകണം. കാര്യതൃത്വം
നമ്മളിപ്പോൾ വഴി നടത്തുന്നത് കൃപയുടെ കാലഘട്ടമാണ്. ഇതിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ പോകേണ്ട വഴി അവൻ കാണിക്കുമ്പോൾ അത് അപ്രകാരം നമ്മൾ ചെയ്യണം. ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ, ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ 1-ാമതായിട്ട് നമ്മോട് പറഞ്ഞു ഹല്ലേലൂയ പ്രോമിസ് ഓഫ് ഹല്ലേലൂയ ഹല്ലേലൂയ പീസ്. 2-ാമത് നമ്മളോട് പറഞ്ഞു പ്രോമിസ് ഓഫ് ഹല്ലേലൂയ പവർ, ഹല്ലേലൂയ പ്രോമിസ് ഓഫ് ഹല്ലേലൂയ പ്രസൻസ്. ഹല്ലേലൂയ 4-ാമതൊരു കാര്യം കൂടെ, അതിൻ്റെ 4-ാം അധ്യായം 19-ാമത്തെ വാക്യം എന്തുവാണ്? എൻ്റെ ദൈവമോ. ഈ വാക്യങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിൽ ഓരോ വാക്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്ന വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തിന് ക്രിസ്തുയേശുവിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ഇതാണ് എന്തുവെന്ന് പറഞ്ഞാൽ പ്രോമിസ് ഓഫ് പ്രൊവിഷൻ, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് നമുക്ക് തരുന്നത്? അത് 23-ാം സങ്കീർത്തനത്തിലൂടെ ചെന്നാൽ നമുക്കറിയാം. ഹല്ലേലൂയ എങ്ങനെയാണ്? 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ ഹല്ലേലൂയ നമ്മളൊരു ശൈശവ പ്രായത്തിലാണെങ്കിൽ അവൻ നമുക്ക് എന്താണ് തരുന്നത്? ഹല്ലേലൂയ ആദ്യം ഹല്ലേലൂയ ആഹാരം തരുമ്പോൾ അവൻ തരുന്നത് ഹല്ലേലൂയ അവൻ നമുക്ക് തരുന്നത് പ്രൊട്ടക്ഷനും പ്രൊവിഷനുമാണ്. അതിൻ്റെ ഹല്ലേലൂയ അടുത്ത വാക്യത്തിൽ അവൻ നീതിപാതകളിൽ നടത്തുന്ന യൗവനക്കാരെ നടത്തുന്നതാണ് ഡിസിപ്ലിനും അതിൻ്റെ ഡയറക്ഷനും തരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമ്മളൊരു വാർദ്ധക്യത്തിലോട്ട് നമ്മൾ കടന്നു വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ അവിടെ പറയുകയാണ്, അവൻ ആലോചന തരുന്നപ്പോൾ അവൻ നമുക്ക് കമ്മ്യൂണിക്കേഷനും ഹല്ലേലൂയ അവൻ കംഫർട്ടും തരും. അവസാനത്തെ വാക്യത്തിൽ നന്മയും കരുണയും പ്രായമാകുമ്പോൾ ഹോമും ഹോപ്പും തരും. എല്ലാം ഞാൻ പ്രാസോപ്പിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമുക്ക് അവൻ തരുന്നത് വലുതാണ്. എന്ത് ചെയ്യുന്നു? അവൻ്റെ പ്രൊവൈഡ് ഹല്ലേലൂയ പ്രൊവിഷൻ. നോക്കിക്കേ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അവൻ തീർത്തു തരും. അവൻ ആരാണ്? നല്ല ഇടയനാണ്. ആടുകളെ ഹല്ലേലൂയ പരിപാലിക്കുന്നത് പോലെ, നമ്മെ പോറ്റി പുലർത്തിയതുപോലെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്ന് നമ്മളായിരിക്കുന്നത് അതൊരു ദൈവകൃപയാണ്. ഞാൻ ഹല്ലേലൂയ റിപ്പീറ്റ് കേട്ടിട്ടുള്ളവർ എൻ്റെ യൂട്യൂബിലെ സജി PM പള്ളിക്കൽ ഹല്ലേലൂയ നോക്കിയാൽ ഈ പ്രസംഗങ്ങളുടെയൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ, ഏകദേശം 1500 പ്രസംഗങ്ങളോളം ഞാനിങ്ങനെ പല ദിവസങ്ങളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഈ ഇടയനെ പറ്റി പറഞ്ഞു. ഹല്ലേലൂയ. ഇടയനെ പറ്റി പറയുന്ന 3 പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഒന്ന് 23-ാം സങ്കീർത്തനം, ഒന്ന് ലൂക്കോസിൽ 15-ാം അധ്യായത്തിൽ 100 ആടിൻ്റെ കഥ കേട്ടിട്ടില്ലേ? എത്ര എണ്ണത്തിനെ കാണാതെ പോയേ? 90 കാണാതെ പോയോ? എത്ര എണ്ണം കാണാതെ പോയേ? ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ 10 എന്ത് പറഞ്ഞു? ഒരു നല്ല ഇടയൻ ആടുകൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു കള്ളയിടയൻ വന്നിട്ട് ഈ 3 കഥയും കൂടെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കണം. നമ്മൾ വിചാരിക്കും ഈ ലൂക്കോസ് 15 ഈ 99 വഴിയിലിട്ടിട്ട് 1 കാണാതെ പോയ ഇവൻ എന്തോ മണ്ടനാ എന്ന് ചോദിക്കും. അതങ്ങനല്ല. നമ്മൾ ഗൾഫ് വർക്ക് ചെയ്തവർക്കറിയാം, ഒരു കുവൈറ്റിക്ക് കുറേ ആളുകളുണ്ടെങ്കിൽ ബന്ധുക്കളെ കൊടുക്കും. അവർ കൊണ്ട് മരുഭൂമിയിൽ ഇങ്ങനെ മാസങ്ങളോളം കൊണ്ട് നടക്കും. ഒരു 80 എണ്ണത്തിനെ ഒരു കൊടുത്തു വിടും. ഒരാളെങ്കിലൊരു 60 എണ്ണം കൊടുത്തു വിടും. ഇവർ ഒരു കൊല്ലമൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ 80 കൊടുത്തവൻ എന്ത് ചെയ്യും? അതിന് 100 ആക്കിക്കൊണ്ട് വരും പ്രസവിച്ച്. ഈ 60 കൊടുത്തവൻ പറയാം 50 ആക്കി, എന്നെ പൂച്ച പിടിച്ചു, എന്ത് ചെയ്തു, വഴി വെച്ച് പോയെന്ന് പറയും. അവന് കള്ളം കാണിക്കും. അങ്ങനെ വന്ന് ഇവൻ ഒരു ദിവസം ഈ ആടുകളെ എല്ലാം അവിടെ കൊണ്ടുവന്ന് ഈ വലിയ അറബിയുടെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ നിന്ന് പറഞ്ഞാൽ വലിയൊരു ആലയാണ്. അതിനകത്ത് വലിയൊരു ഷെഡാണ്. ഒരു ഒറ്റ വാതിലേ ഉള്ളൂ. അവിടെ ഒരു 2 കമ്പ് എടുത്ത് അതിൻ്റെ ഫ്രണ്ട് വാതിൽ വെക്കും. ഒരു ചെറിയ ഒരു തടിക്കഷ്ണം വെച്ചിട്ട് അതാണ് ഈ ഇടയൻ കാവൽ നിൽക്കുന്നത്. എന്നാൽ ഇതിന് ചെറിയ ചെറിയ വാതിൽ നമ്മുടെ കഥവുണ്ട്, ഈ ജന്നൽ, അതിൽ കൂടിയാണ് തീറ്റിയിട്ട് കൊടുക്കുന്നത്. ഇവൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എണ്ണിക്കയറ്റും. 1, 2, 3, 4, 5 അങ്ങനെ 100 എണ്ണം കയറ്റി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ എണ്ണിക്കും. എണ്ണിച്ചിട്ട് ഇവൻ തീറ്റിക്ക് കൊണ്ടുപോകാനായിട്ട് എണ്ണിക്കുന്നുണ്ട്. എണ്ണുന്ന ഉടനെ എന്തോ ഇല്ല, ഒന്നിനെ കാണുന്നില്ല. എന്തെന്നറിയാമോ? രാത്രിയിൽ ഈ ചില കള്ള ഇടയന്മാർ വന്ന് അവർ വേറെ വഴിയായിട്ട് വന്ന് അവർ വേറെ വാതിൽ കൂടെ വന്ന് അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ ചെറിയ വാതിൽ കൂടെ ഒരുത്തൻ കയറിയിട്ട് ഈ ഒരാടിനെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. മോഷ്ടിപ്പാനും അറുപ്പാനുമല്ലാതെ ഈ കള്ളൻ അവൻ എടുത്തുകൊണ്ട് അങ്ങ് പോവും. വാ പിടിച്ചോണ്ട് അറിയത്തില്ല. അപ്പോൾ ഇവൻ പറയൂ, ഞാൻ യജമാനോട് എന്ന് പറയും, ഞാൻ ഇന്നലെ വൈകിട്ട് എത്ര എണ്ണത്തിനെയാണ് എണ്ണിക്കയറ്റിയത്?
100 ആടിനെയാണ് കയറ്റിയത്. ഇപ്പം എത്ര എണ്ണം ഉള്ളൂ? അവൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ അല്പത്തിൽ വിശ്വസനാ, നീ അധികത്തിൽ തന്നെ എനിക്ക് 60 എണ്ണം 50 എണ്ണം കൊടുത്തണം, നീ എത്ര എണ്ണം കൊടുത്തന്നു, നീ മിടുക്കനാണ്, നീ എനിക്ക് പോട്ടെ, ഒരെണ്ണം പോട്ടെ. അവൻ പറഞ്ഞില്ല, എനിക്കറിയാം എൻ്റെ ആടുകളെ, എനിക്കറിയാം, അവയെ എനിക്കും അറിയാം. ഇവനെ അങ്ങനെ 99നെയും അവിടാണ് വിട്ടേച്ച് പോകുന്നത്. എവിടെ? ഈ ഒന്നിനെ തേടി. അല്ലാതെ മരുഭൂമിയിലൊന്നും ഇട്ടേച്ച് പോകുന്ന ഒരു ഇടയനല്ല നമ്മുടെ ഇടയൻ. പോയി ഇങ്ങനെ നോക്കി പോയപ്പോൾ ഒരു നാൽക്കവലയിൽ കുറേ ആടുകളെ വിൽക്കാനും കുറേ ഇറച്ചിയൊക്കെ തൂക്കിയിട്ടേക്കുന്നു. നോക്കിയുടനെ ഒരാട് കാലൊടിഞ്ഞവിടെ കിടക്കുന്നു. ഇവനിങ്ങനെ നോക്കിയപ്പോൾ അവൻ്റെ സ്വന്തം ഒരു ഹല്ലേലൂയ ഒരാടാണ്. അവനതിനൊരു പേരിട്ടിട്ടുണ്ട്, മേരി. ഹല്ലേലൂയ. ഇവൻ അവിടെ ചെന്ന് പറഞ്ഞു, ഇതെൻ്റെ ആടാ. രണ്ടുപേരുടെ വഴക്കല്ല, ഇതെൻ്റെ ആണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ ആടാ, അതെങ്ങനെ അറിയാം? അവൻ പറഞ്ഞു, അവിടെ യോഹന്നാൻ 10 പറയുന്നു, അവ എന്നെ അറിയും, ഞാൻ അവനെ അറിയും, ഞാൻ പേര് വിളിച്ചാൽ അവ കേൾക്കും. അവൻ വിളിച്ചു, മേരി എന്ന് വിളിച്ചപ്പോൾ അത് മേന്ന് കരഞ്ഞു. അതിനെ അവനെടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ നടക്കാൻ വയ്യ, കാലൊടിഞ്ഞവൻ. യശയാപ്രവചനത്തിൽ പറഞ്ഞ പോലെ അവൻ തോളിലേറ്റിക്കൊണ്ട് അവനോട് കൊണ്ടുവന്നു, ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അവരെല്ലാവരും വെച്ച് കാണാതെ പോയി കണ്ടുകെട്ടി സന്തോഷിച്ചു. ഹല്ലേലൂയ. ഇതാണ് ഒരിടയൻ അവൻ കരുതുന്നത്. നമ്മെ കരുതിയ വിടുതങ്ങൾ ഓർത്തേ. ഹല്ലേലൂയ. എത്രമാത്രം ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ഒരു കണ്ണിനും ദയ തോന്നാതെ നിരാശയുടെ നിർച്ചൂഴിയിൽ കടന്നപ്പോൾ ഹല്ലേലൂയ അവൻ നമ്മെ തേടി വന്നില്ലേ? 40-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ചി ചേറ്റിൽ നിന്നും നമ്മളെ കരകയറ്റി. അതുകൊണ്ട് പറഞ്ഞു തരാ 136-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, പറഞ്ഞു തരാത്തതാണ് നിമിത്തം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം ചെയ്യും? രക്ഷയുടെ അപാര പാത്രമെടുത്ത്. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന് ഹൃദയത്വമില്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് നമ്മൾ ഹല്ലേലൂയ പ്രോമിസ് ഓഫ് പീസ്, ഹല്ലേലൂയ പ്രോമിസ് ഓഫ് പ്രസൻസ്, പ്രോമിസ് ഓഫ് പവർ, പ്രോമിസ് ഓഫ് പ്രൊവൈഡ്. ഹല്ലേലൂയ. നമ്മളെ കരുതിയ വിധങ്ങളെ ഒന്ന് ഓർത്തേ. ഹാഗാറിൻ്റെ പൈതലിനെ കരുതി ദൈവം. ഹല്ലേലൂയ. നമ്മളെല്ലാം പാടുന്നൊരു പാട്ടുണ്ട്, മോശാവത്സലത്തിൻ്റെ ഒരു പാട്ട്. നെയ്യാറ്റിൻകരയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ദൈവഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷെഡ് ഉണ്ടാക്കാൻ, ഒരു മരം മുറിക്കുവാൻ ആൾക്കാരെ വിളിച്ചുകൊണ്ട് മരം മുറിച്ചുകൊണ്ട് ഒരു ഉന്തുവണ്ടിയിൽ കയറ്റിക്കൊണ്ടു വന്നപ്പോൾ ക്രിസ്തു വിരോധികളായ ആൾക്കാർ ഇതൊക്കത്തില്ലെന്നും പറഞ്ഞ് എതിർക്കാൻ വടിയും വാളുമായിട്ട് വന്നപ്പോൾ ഈ വലിച്ചുകൊണ്ട് പോകാൻ വന്ന വിശ്വാസികൾ ഓടിപ്പോയി. ആ തടിയും മോശാവത്സലും കൂടെ മാത്രം അവിടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആൾക്കാരിങ്ങനെ ചുറ്റും ഓടി വന്നു. അദ്ദേഹം അവിടെ മുട്ടു മടക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്തോ പറഞ്ഞെന്നറിയാമോ? അറിയാവോ എന്തോ പറഞ്ഞെന്ന്? ഹല്ലേലൂയ. ഈ പാട്ടൊക്കെ പാടുമ്പോൾ അനുഭവമൊക്കെ അറിയണം. നിൻ്റെ ഹിതം പോലെ നടത്തണമേ, എൻ്റെ ഹിതം പോലെയല്ല എന്ന് പറയും. മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ താൻ കണ്ണ് തുറന്നപ്പോൾ അഗ്നി ഈ ദീപം പിടിച്ചുകൊണ്ട് ആ തടിയുടെ ചുറ്റും ദൂതന്മാർ തീർന്നു. അതുകൊണ്ട് അദ്ദേഹം അപ്പോഴുകൊണ്ട് വന്നവരെല്ലാം വാളും പരിചയമെല്ലാം താഴെയിട്ടിട്ട് അവരെല്ലാം ക്രിസ്ത്യാനികളായി. അദ്ദേഹം അവിടെ നിന്ന് പാടി, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ നിന്റെ പോലെ എന്നെ നിത്യം നടത്തി. പിന്നെ അദ്ദേഹം അടുത്ത സ്റ്റാൻസ ചരണം ഇപ്രകാരം പാടിയേ, അഗ്നി മേഘ തൂണുകളാ അടിയാനിയും അനുദീന
അപ്പനെ കാടാശിക്കുകേ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി